ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. ജവാബ്.com വന്നിട്ടുള്ള ഒരു ചോദ്യം, നഷ്ടപ്പെട്ട നോമ്പുകളുടെ പ്രായശ്ചിത്തമായി മുദ്ദു കൊടുക്കുന്നത് ഭക്ഷണത്തിന് പകരമായി നൽകാൻ പറ്റുമോ, പണം നൽകാൻ പറ്റുമോ എന്നുള്ളതാണ്. തീർച്ചയായും സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 184-ാം സൂക്തത്തിൽ വഅലല്ലദീന യുതീഖുനഹു ഫിദിയത്തുൻ തുആമു മിസ്കീൻ, വളരെ പ്രായം ചെന്ന ആളുകൾ, നിത്യരോഗികൾ, അതുപോലെ നോമ്പ് നോറ്റ് വീട്ടാൻ സാധ്യമാകാത്ത ആളുകൾ, അവർ ഒരു നോമ്പിന് പ്രായശ്ചിത്തം എന്നുള്ള നിലക്ക് ഒരഗതിയുടെ ഒരു നേരത്തെ ഭക്ഷണം നൽകുക എന്നാണ് ഈ സൂക്തത്തിൽ പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം തആം നൽകണം എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ താല്പര്യം. അതിനാണ് നമ്മൾ മുൻഗണന നൽകേണ്ടത്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ടിൽ പറയുന്നത്, അദ്ദേഹത്തിന് വളരെ പ്രായമായ ഘട്ടത്തിൽ നോമ്പ് നോൽക്കാൻ വയ്യാതായപ്പോൾ നോമ്പിൻ്റെ അവസാനത്തെ ദിവസം 30 സാധുക്കളെ വിളിച്ച് ഭക്ഷണം കൊടുത്തൊരു സംഭവം പറയുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം നൽകേണ്ടത്. എന്നാൽ ഭക്ഷണം നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യം ചിലപ്പോൾ ചില വീടുകളിൽ ഉണ്ടാകാം. അങ്ങനെയുള്ള ആളുകൾക്ക് ആ അഗതിക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് എത്ര പണമാണോ ആവശ്യമുള്ളത്, പ്രത്യേകിച്ച് ഈ നോമ്പ് നഷ്ടപ്പെട്ട ആൾ എവിടെയാണോ താമസിക്കുന്നത് ആ പ്രദേശത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് എത്ര പണമാണോ ആ പണം എന്ത് ചെയ്യുക, അഗതികൾക്ക് നൽകാവുന്നതാണ്. ഇവിടെ ഇങ്ങനെ പണമായി നൽകാൻ പാടില്ല എന്ന് പറയുന്ന ആധുനികരായ ഗൾഫ് രാജ്യത്തെ പണ്ഡിതന്മാർ പോലും ഇങ്ങനെ പണം നൽകുന്നത് വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു കമ്മിറ്റി, ആ കമ്മിറ്റിയെ ഈ പണം ഏൽപ്പിക്കുന്നതിന് വിരോധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനും സഹിയായ തിരുസുന്നത്തുമൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ആ ഖുർആനിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ഭക്ഷണം, നോമ്പിൻ്റെ പ്രായശ്ചിത്തമായിട്ട് ഒരഗതിക്ക് ഭക്ഷണം നൽകുക, പക്ഷേ അതിന് സാധ്യമാകാതെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ പണം നൽകുന്നതിന് ഒരു വിരോധവുമില്ല എന്നാണ് ഉണർത്തുവാനുള്ളത്. ഇനി അത് സ്വന്തം പ്രദേശത്ത് അർഹരായിട്ടുള്ള അഗതികളായിട്ടുള്ള ആളുകളില്ല എങ്കിൽ അത് അഗതികളുള്ള മറ്റൊരു പ്രദേശത്തേക്ക് നീക്കുന്നതിനും നൽകുന്നതിനും വിരോധമില്ല എന്നാണ് ഉണർത്തുവാനുള്ളത്. അല്ലാഹു അഅലം വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.